ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, പിന്നീട് എല്ലാം സിങ്കായിട്ട് വരൂ. അത് ശരിയാ. ദേ, നിന്റെ കൊച്ചിനും എനിക്കും ഇടയില് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ നീ കരുതുന്നേ? നമുക്കിടയിലും അത്യാവശ്യം അടിപിടികളൊക്കെ മുറ പോലെ നടക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ തീർക്കാനായിട്ട് എനിക്കും ഗോവിന്ദേട്ടനും നന്നായിട്ട് അറിയാം. യെസ്, അതാണ് നമ്മുടെ ദാമ്പത്യത്തിന്റെ വിജയം. മോനെ, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ ഒളിച്ചോടാൻ നടന്നാൽ നിനക്ക് പിന്നെ ലൈഫ് ടൈം ഒളിച്ചോടാനേ നേരം കാണൂ. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മൾ കിടക്കുന്ന മുറിയും കട്ടിലും. അവിടുത്തെ സ്വകാര്യതയിൽ ഏത് സങ്കടങ്ങളെയും സന്തോഷമാക്കാനും കരച്ചിലിനെ പുഞ്ചിരിയാക്കാനും നമുക്ക് കഴിയണം. നമുക്ക് അതിന് ശ്രമിക്കാതെ വെറുതെ ഈഗോയും കെട്ടിപ്പിടിച്ച് ഭാര്യയും ഭർത്താവും 2 മുറികളിൽ 2 കട്ടിലുകളിൽ കിടക്കുന്നതാണ് 99% ദാമ്പത്യ ബന്ധങ്ങളും തകരുവാൻ കാരണം. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ചെന്നിട്ട് അവക്കൊപ്പം കിടക്കാൻ നോക്കൂ. അതെ അർജുൻ, ഗോവിന്ദേട്ടൻ പറയുന്നതാ കാര്യം. ഭാര്യയും ഭർത്താവിനും ഇടയിൽ 1000 പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ തന്നെ വേണം പറഞ്ഞു തീർക്കാൻ. മറിച്ച് 4 ചുമരിനുള്ളിൽ തീരേണ്ട പ്രശ്നം പുറത്തേക്ക് മാറിയാൽ അവിടെ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ ഓരോ ആളും നിങ്ങളുടെ തകർച്ച കണ്ട് ആസ്വദിക്കുന്നവരായിരിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നതും അവരായിരിക്കും. ഈ വീട്ടില് അത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നും ഞങ്ങൾ പറയാതെ തന്നെ അർജുന് മനസ്സിലാവുമല്ലോ. മനസ്സിലാവാതെ നീ തിരിച്ചു ചെല്ലടാ മോനെ. നീ കിടന്നുറങ്ങേണ്ട സ്വീകരണ മുറിയിലെ ശോഭയിലല്ല, നിന്റെ ബെഡ്റൂമിലെ ബെഡിലാ. We wish you a happy second night. അവൻ പൊയ്ക്കോളും, നീ ഇങ്ങോട്ട് വാ. ചെല്ല്. അല്ലടി രമ്യേ, നമ്മുടെ ഇത് എത്രാമത്തെ സെക്കൻഡ് നൈറ്റ് ആടി?